450 കോടി മുടക്കി അതിന്റെ പകുതി പോലും കളക്ഷൻ നേടാതെ 8 നിലയിൽ മൂഞ്ചി തെറ്റിയ ഒരു ശങ്കരാപരാധമാണ് ഗെയിം ചേഞ്ചർ. ചില സിനിമയിലൊക്കെ സിനിമയും സിനിമയുടെ പേരും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി ശങ്കർജി പലതരം ഗെയിമുകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഹെലികോപ്റ്റർ ഗെയിം, ബലൂൺ ഗെയിം, JCB ഗെയിം, അങ്ങനെ പലതരം ഗെയിമുകൾ ആഡ് ചെയ്തുകൊണ്ട് ശങ്കർജി പടച്ചുവിട്ട ശങ്കരാപരാധമാണ് ഗെയിം ചേഞ്ചർ. ഇതിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം തെലുങ്ക് സൂപ്പർ സ്റ്റാർ രാം ചരനാണ്. മറ്റു സിനിമകളിലെ നായകന്മാരെ പോലെ ജോലിയും കൂലിയില്ലാണ്ട് വെറുതെ അങ്ങ് അടിയുണ്ടാക്കി കിടക്കുന്ന കേട്ടവരതും പിടിച്ച നായകനല്ല ഇതിലെ നായകൻ. പിന്നെ ആരാവൻ? അവനാരെന്ന് വെച്ചാൽ IPS പദവി ഉപേക്ഷിച്ചുകൊണ്ട് IAS പദവി ഏറ്റെടുത്ത IAS ഓഫീസർ. സംഗതി IAS ഓഫീസർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ യാതൊരു ചാടിയും കാണിക്കാതെ കള്ളിത്തുണിയും ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് നമ്മുടെ നായകന്റെ എൻട്രി. എന്നിട്ട് ഒരു കാരണമില്ലാതെ കുറെ എണ്ണത്തിന് അടിച്ചു വരുത്തി റെയിൽ പാളത്തുമ്മ കെട്ടിയിടും. എന്നിട്ട് അവിടെ കണ്ട ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് ഈ കെട്ടിയിട്ടവന്മാരെ കയറൊക്കെ അങ്ങ് മുറിച്ചിടും. എന്താ ഇത്? അങ്ങനെ മുറിച്ചിടാനാണെന്നുണ്ടെങ്കിൽ വെടലം മുറഞ്ഞ അത് കെട്ടിയിടേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ IAS ഓഫീസർ ആയിട്ടുള്ള രാം ചരൺ നേരെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഓഫീസിൽ PA ആയിട്ട് വരുന്നത് സൈഡ് സത്യ എന്ന് പറയുന്ന ഒരു കാട്ടവരാധം പിടിച്ചവനാണ്. പേരിനോട് 100% നീതി പുലർത്തുന്ന ഒരു വേട്ടാവളയനാണ് ഈ സൈഡ് സത്യ. சைட்லயே தமிழ்னா என் கண்ணு கூட சைட்ல தான் தெரியும். அதனாலதான் நான் சைடாவே நடக்கிறேன். நான் கலெக்டர் ஆபீஸ்ல கவாலியா இருக்கேங்க. ഈ കാട്ടപരാധം പിടിച്ചവൻ IAS ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് അന്ന് തന്നെ നാട്ടിലെ പ്രമാണിമാരെല്ലാം വിളിച്ചു വരുത്തും. എന്നിട്ടാണെങ്കിൽ അവന്മാരെല്ലാം കൂട്ടി ഒരു ട്രിപ്പ് പോകും. മസനഗുടി വഴി ഊട്ടിക്കല്ല, ടൗണ് വഴി അരികളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന അരി ഗോഡൌണിലോട്ട് പോകും. അവിടെ എലിയേറി എന്ന് പറഞ്ഞ ആ ഗോഡൌൺ അങ്ങ് കൂട്ടിക്കളയും. എന്നിട്ട് നമ്മുടെ നായകൻ ചോദിക്കും ഈ ഗോഡൌണിന് ആരാണ് ലൈസൻസ് അപ്രൂവ് ചെയ്തെന്ന്. എന്നിട്ട് അവനെ ബലൂൺ പറത്തുന്നവരെ അങ്ങ് പറത്തിക്കളയും. നമ്മുടെ നായകന് ദേഷ്യം വന്ന ആരാണെന്നും നോക്കൂല, നേരെ അങ്ങ് പറത്തിക്കളയും. പിന്നെ അടുത്തതായിട്ട് ഒരു ബിൽഡിങ്ങിലോട്ട് പോകും. ആ ബിൽഡിങ്ങിൽ ഫയർഫോഴ്സ് കയറില്ലെന്ന് പറഞ്ഞ് അതങ്ങ് കത്തിച്ചു കളയും. ഇവനൊക്കെ ആരടാ പിടിച്ച് കളക്ടറാക്കിയത്? ഈ കാട്ടവരതൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ IAS ഓഫീസറായ രാം ചരന്റെ ഫ്ലാഷ് ബാക്കിലോട്ടാണ് പോകുന്നത്. പണ്ട് കോളേജിലൊരു കല്ലിപ്പനായിരുന്നു നമ്മുടെ രാം ചരൺ. പെൺകുട്ടികൾക്ക് വേണ്ടി ആരെയും തല്ലും. അങ്ങനെ ഈ തല്ലുണ്ടാക്കി എടുക്കുന്ന കലിപ്പൻ ഒരു കാന്താരിയെ കണ്ടുമുട്ടും. അങ്ങനെ അവര് തമ്മിൽ പ്രേമത്തിലാവും. പിന്നീട് ഒരിക്കൽ ബൈക്കിൽ ഹെൽമെറ്റ് ഇടാണ്ട് പോകുമ്പോൾ നമ്മുടെ കലിപ്പനെ ട്രാഫിക് പോലീസ് പോക്കും. എന്നിട്ട് ഫൈൻ അടക്കാൻ പറയുമ്പോൾ ഫൈൻ അടക്കില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളിച്ചാടും. എന്തൊക്കെ കോപ്രായടാ കാണിച്ചു കൂട്ടുന്ന. ഇവന്റെ ഈ തുള്ളിച്ചേട്ടം കണ്ട് വായം പോളം തീർക്കാൻ കുറെ യൂണിഫോം ഇട്ടുകൊണ്ട് കുറെ ട്രാഫിക് പോലീസും ഈ വേട്ടാവളേന്റെ തല നോക്കി ഒന്നങ്ങ് കൊടുക്കണ്ട. പിന്നീട് അപ്രതീക്ഷിതമായി ഈ ബ്ലോക്കിലോട്ട് കാന്താരി വരും. പിന്നെ ഈ കാന്താരി പറയുന്ന മാറിപ്പോവാൻ. അപ്പൊ നമ്മുടെ കലിപ്പൻ മാസിട്ടുകൊണ്ട് മാറിപ്പോവും. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ ട്രാഫിക് പോലീസ് ഈ വെടലമോറിനൊക്കെ എങ്ങനെയാണ് IAS ആയത് എന്നിട്ട് ബാക്കിയുള്ളവന്മാർക്ക് ഉണ്ടാക്കാൻ നടക്കുക. അങ്ങനെ നായകന്റെ അപരാധങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് വില്ലന്മാരെയാണ്. അതിലൊരു വില്ലനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജയറാമേട്ടൻ. ട്രാക്ക് മാറ്റി ஐசியூல கூட அரசியல் பண்றேப்பா. டாக்டர் என்னாச்சுன்னு தெரியல டாக்டர். போயிட்டாரா? എന്താടാ ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ജയറാമിനെ കൊണ്ടൊക്കെ. മറ്റൊരു വില്ലനാണെന്നുണ്ടെങ്കിൽ തമിഴ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള SJ സൂര്യ. ഇവന്മാര് രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ സൈക്കോപാത്തുകളാണ്. സ്വന്തം അച്ഛൻ ചാവാൻ കിടക്കുമ്പോൾ വരെ രണ്ടുപേരും മന്ത്രി കസേരയ്ക്ക് വേണ്ടി ഫുള്ള് കച്ചറയാണ്. അത് ആ ഹോസ്പിറ്റലിൽ വെച്ച്. അങ്ങനെ SJ സൂര്യ ആരെയും കാണാതെ അച്ഛനെ അങ്ങ് തട്ടിക്കളഞ്ഞ് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും. പിന്നീട് നമ്മുടെ മന്ത്രി IAS ഓഫീസർ തമ്മിലുള്ള ഒരു കച്ചറയാണ്. അങ്ങനെ ഈ കച്ചറയും കാട്ടവിരോധമൊക്കെ കൂടി അവസാനം ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അതാണ് JCB ഗെയിം. അങ്ങനെ ഗെയിമും ഫൈറ്റൊക്കെ കഴിഞ്ഞ അവസാനം നമ്മുടെ നായകൻ SJ സൂര്യനെ അങ്ങ് തട്ടിക്കളയും. പിന്നെ കാട്ടവരാതെ ഇവിടെ അവസാനിച്ചു. എന്റെ പൊന്നു ശങ്കർജി, ഇമാര് പടക്കെ പടച്ചു വിട്ട നിങ്ങളെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു.